ആരോഗ്യമുള്ള സ്ത്രീയുടെയും പുരുഷൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ലൈംഗികത. എന്നുവെച്ചാൽ ശരീരവും മനസ്സും ഈ സമയത്തൊരു പ്രത്യേക രീതിയിൽ ത്രില്ലടിക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇത് നന്നായിട്ട് ആസ്വദിക്കേണ്ട രീതിയിലാണ് ഓരോരുത്തരുടെയും ശരീരത്തെ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം നന്നായിട്ടുണ്ട്. എന്നാൽ ചിലർക്കങ്ങനല്ല, മറ്റെല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യത്തിന് വളരെ ദാരിദ്ര്യമായിരിക്കും. അപ്പം സ്ത്രീക്കായാലും പുരുഷനായാലും സന്തോഷകരമായിട്ടുള്ളൊരു ലൈംഗിക ജീവിതം ഭാഗ്യം തന്നെയാണ്. ഇത് ജീവിത സാഹചര്യവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. സാധാരണ ഇത് ആസ്വദിക്കുന്നത് രണ്ട് രീതിയിലാണല്ലോ, ഒന്ന് സ്വയംഭോഗം, മറ്റൊന്ന് സംഭോഗം. സന്തോഷകരമായിട്ടുള്ള ബന്ധപ്പെടൽ കൊണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ സമയം ശരീരം നന്നായിട്ട് വാമപ്പ് ആകുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാകുന്നു. യഥാർത്ഥത്തിൽ ലൈംഗികത നല്ലൊരു വ്യായാമമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ആ സാഹചര്യമില്ല. പക്ഷെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ധാരാളം പേര് ഇപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് സ്റ്റാമിന കൂട്ടുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം നമുക്കൊന്ന് നോക്കാം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുന്ന രീതിയും വ്യത്യാസമാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. സാഹചര്യത്തിനനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ച് ഒക്കെ മാറ്റം വരും. ആക്ച്വലി മനസ്സിന് ഇതിനകത്ത് വലിയൊരു പാർട്ടുണ്ട്. കൂടുതൽ പേരും ഒരു സൗകര്യത്തിന് വേണ്ടി വിരലുപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലും മറ്റു പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഓൺലൈൻ പർച്ചേസ് ഉള്ളത് കൊണ്ട് ടോയ്സ് യൂസ് ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ മറ്റു പല രീതിയും പരീക്ഷിക്കുന്നവരുണ്ട്. ഇനി എന്ത് യൂസ് ചെയ്തിട്ടാണെങ്കിലും സാധാരണ രീതിയിലാണിത് ചെയ്യുന്നതെങ്കിൽ ശരീരത്തിന് സംഭോഗത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വാമപ്പ് ഉണ്ടല്ലോ, ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ, അത് കിട്ടണമെന്നില്ല. ആക്ച്വലി നല്ലൊരു വ്യായാമം ചെയ്ത ഫീലാണ്, നല്ലൊരു യോഗ ചെയ്ത ഫീലാണ് നല്ല രീതിയിൽ ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം പല രീതിയിലുള്ള ചലനങ്ങൾ വരുന്നുണ്ട്, പോസുകൾ വരുന്നുണ്ട്. സാധാരണ പോസുകളാണെങ്കിൽ പോലും കാലുകൾക്കും അരഭാഗത്തിനുമൊക്കെ നല്ല വ്യായാമമാണ്. അപ്പോൾ തന്നെത്താനെ ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ രീതി അഡോപ്റ്റ് ചെയ്താൽ ഇതേ ഫീൽ തന്നെ കിട്ടും. അതുപോലെ ധാരാളം പങ്കാളികളെ സംബന്ധിച്ച് രണ്ടുപേരും രണ്ട് സ്ഥലത്താണല്ലോ കഴിയേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വയംഭോഗത്തിന് ഇവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട്. ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന്, സൗന്ദര്യത്തിന്, രോഗപ്രതിരോധ സംവിധാനത്തിന് ഒക്കെ തന്നെ നല്ല ലൈംഗികത ആവശ്യമാണ്. അതുപോലെ ഈ സമയത്ത് ഒരു പ്രത്യേക റിലാക്സേഷൻ കിട്ടുന്ന, സന്തോഷം തരുന്ന പല ഹോർമോണുകളും ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എൻഡോർഫിൻ, ഡോപ്പാമൈൻ, ഓക്സിറ്റോസിൻ, പ്രൊലാക്റ്റിൻ പോലുള്ള ഹോർമോണുകൾ വളരെയേറെ ഗുണകരമാണ്. ഇതൊക്കെ ഒരു സ്ത്രീയുടെ സന്തോഷത്തെയും സൗന്ദര്യത്തെയും നന്നായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം സാധാരണ ഇത് തനിയെ ചെയ്യുമ്പോൾ മനസ്സും കൈകളും മാത്രമാണല്ലോ പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ഒരു ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ തനിയെ ചെയ്യാൻ സാഹചര്യമുള്ളവർ ഇതിനൊരു പ്ലാൻ തയ്യാറാക്കണം. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ എല്ലാ അവയവത്തിനും ഇത് ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യാൻ നോക്കണം. ഞാനിത് പറയാൻ കാരണം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അതൊരു ശീലത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അപ്പോൾ ഇതിനകത്ത് ശരീരത്തിന് നല്ലൊരു വ്യായാമം കൂടെ കിട്ടുവാണെങ്കിൽ ഒരു വെടിക്ക് രണ്ട് പക്ഷിയായിട്ട് മാറും. അതുപോലെ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഒരു 10 മിനിറ്റ് ഡാൻസ് ചെയ്യണം. സാധാരണ നമ്മൾ ഡാൻസ് ചെയ്യുന്ന പോലെ അല്ല, പ്രത്യേക രീതിയിൽ ചെയ്യണം. പക്ഷേ നമ്മൾ വ്യായാമത്തിന് വേണ്ടി അല്ല ചെയ്യുന്നത്, സ്വയംഭോഗത്തിന് വേണ്ടിയായിരിക്കണം. അതിൻ്റെ ഗുണം ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. അത് ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് മാറ്റം വരും.
എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സാഹചര്യം സങ്കല്പിച്ച് ചെയ്യണം. അതുപോലെ ആ സമയത്തുള്ള വസ്ത്രം, ചലനങ്ങൾ അതനുസരിച്ചായിരിക്കണം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിൻ്റെ ഫാൻറ്റസി അനുസരിച്ച് ശരീരം കൂടെ വർക്ക് ചെയ്യുവാണ്. അതുപോലെ ഡാൻസ് ചെയ്യുമ്പം കൈകാലുകൾ മാത്രമല്ല, അരഭാഗത്തിൻ്റെ ചലനവും പ്രധാനമാണ്. അതുപോലെ എന്തുകൊണ്ട് ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന രീതിക്ക് മാറ്റം വരണം. ഇപ്പം യഥാർത്ഥത്തിൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് കാലുകൾക്കൊക്കെ നല്ല വ്യായാമം കിട്ടുന്നുണ്ട്. പല രീതിയിലും കാലുകൾ വയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഇതിനകത്ത് എന്ത് സാധനം വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മളിപ്പോൾ വ്യായാമം ചെയ്യുമ്പം ഏതൊക്കെ പോസുകളാണ് ചെയ്യുന്നത്, ആ രീതിയിലൊക്കെ തന്നെ ശരീരത്തിൻ്റെ ചലനം വരത്തക്ക രീതിയിൽ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പില്ലോയ്ക്കകത്തത് ഫിക്സ് ചെയ്തിട്ട് ഒരാളുടെയാണെന്ന് സങ്കല്പിക്കേണ്ടതായിട്ട് വരും. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും അതിനെ ബേസ് ചെയ്ത് വേണം ചെയ്യാൻ. ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും നമ്മുടെ കറക്റ്റ് പൊസിഷൻ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഓരോ രീതി ചെയ്യുമ്പോഴും ആരോഗ്യപരമായ പല ഗുണങ്ങളാണ് കിട്ടുന്നത്. എനിക്കറിയാവുന്നൊരു യുവതിയുണ്ട്. പുള്ളിക്കാരി ഇതിനകത്ത് വളരെ കോൺഷ്യസ് ആണ്. അവരെ സംബന്ധിച്ച് ഈ വ്യായാമത്തിനോടത്ര താല്പര്യമില്ല, ഒരലസതയും മടിയുമാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിനകത്ത് നല്ല താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് ഒരു വ്യായാമ രീതി അഡോപ്റ്റ് ചെയ്യും. അതുപോലെ ഇതിനകത്ത് ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ വ്യായാമത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് മനസ്സിന് തോന്നരുത്. അങ്ങനെ മനസ്സിന് തോന്നിയാൽ ഇതിനോടുള്ള താല്പര്യം കുറയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഡാൻസ് ചെയ്യുമ്പം പോലും വ്യായാമത്തിന് വേണ്ടിയാണെന്ന് തോന്നരുത്. പകരം ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ചില പ്രത്യേക രീതിയിലുള്ള സ്റ്റെപ്പുകളും ഫാൻറ്റസിയുമാണ്. അതുപോലെ ഈ യുവതിയെ സംബന്ധിച്ച് ആഴ്ചയിൽ 2 ദിവസം സ്വയം മസാജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇൻഡയറക്റ്റായിട്ട് വ്യായാമം കിട്ടുന്നുണ്ട്. ഇപ്പം വ്യായാമം ചെയ്ത് ശീലമുള്ളവരാണെങ്കിൽ പോലും ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റായിട്ട് കിട്ടുന്നൊരു ബെനിഫിറ്റാണ്. നമ്മളിപ്പോൾ ലിഫ്റ്റിന് പകരം സ്റ്റെപ്പ് യൂസ് ചെയ്യുന്ന പോലെ. അതുപോലെ 40 മിനിറ്റ്സ് എങ്കിലും ഇതിനകത്ത് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. അതുപോലെ ലാസ്റ്റ് 10 മിനിറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് നമുക്ക് ഏത് രീതിയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ ശരീരം നന്നായിട്ട് വാമപ്പ് ആകുന്നുണ്ട്. അതിനുശേഷമുള്ള ഓരോ ആക്ടിവിറ്റീസും ഓരോ ഭാഗത്തും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ കെയർ ഓഫിലാകുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇതിനൊരു ഫാൻറ്റസി വേണം, ഒരു പ്ലാനിങ് വേണം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണം. അപ്പം ഞാനിതിനകത്ത് പറയുന്നത്, ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്ത പങ്കാളികളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പുരുഷന്മാരും ഇതിനകത്ത് വെറൈറ്റി രീതി കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്കും ഇത് നല്ലൊരു വ്യായാമമാക്കി മാറ്റിയെടുക്കാം. അതുപോലെ സ്ത്രീയായാലും പുരുഷനായാലും ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നത് വയറ് ഭാഗവും അതുപോലെ ബ്രെയിൻ സിസ്റ്റവുമാണ്. അപ്പോൾ ഈ 2 ഭാഗത്തും വ്യായാമം കിട്ടുന്ന കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ പല രോഗങ്ങളും വരാതിരിക്കാൻ ഒരു കാരണമാകും. പല സ്ത്രീകളെ സംബന്ധിച്ചും ഒരു പ്രായം കഴിയുമ്പം രോഗിയായിട്ട് മാറാനുള്ള പ്രധാന കാരണം നല്ല ലൈംഗികതയുടെ കുറവാണ്. പലരും സ്വന്തം ശരീരത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല. ഇതൊരു ആവശ്യമില്ലാത്ത കാര്യമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. പലരുടെ ഒരു ധാരണ ലൈംഗികത എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും മാത്രമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. സ്വയം ചെയ്യാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ മടി കൊണ്ട് അത് വേണ്ടെന്ന് വെക്കുന്നു. അതല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനായിട്ട് നെഗറ്റീവായിട്ടുള്ള ചില ആസ്പെക്ട്സുകൾ കണ്ടെത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.